വിപണിയിലും വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത് കാണുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ കാരണം നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഒരു കാലത്ത് കൊച്ചിയിൽ നിന്നും മാത്രം കേട്ടിരുന്ന മയക്കുമരുന്ന് വാർത്തകൾ ഇപ്പോൾ കുറ്റിയാടിയിലും കുറ്റിപ്പുറത്തും വെഞ്ഞാറമൂട്ടിലുമൊക്കെ നിന്നാകുമ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം എത്രമാത്രം സങ്കീർണമാണെന്ന് മനസ്സിലാകാം. ഒന്നെങ്കിൽ പണത്തിന്റെ സൗകര്യങ്ങൾ മാത്രം നോക്കി ലഹരി മാഫിയ അങ്ങോട്ട് ചേക്കേറുന്നതാവാം, അല്ലെങ്കിൽ ആരെയൊക്കെയോ മനഃപൂർവ്വം ചില പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുമാകാം. രാഷ്ട്രീയവും യുദ്ധവും ഒക്കെ നമ്മുടെ ചിന്താഗതിക്ക് അപ്പുറത്താണ്. ലക്ഷ്യം മാർഗത്തെ സ്വാധീകരിക്കുമെന്നും എവിടെയും സംഭവിക്കാം. ഇക്കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ നാം 100ഓളം കൊലപാതക വാർത്തകൾ ലഹരിക്കാരിൽ നിന്നും മാത്രം കേട്ടു. അതിലേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയവും വെഞ്ഞാറമൂട്ടിലെ ആ കൊലപാതകം തന്നെയാണ്. ആ കൊലപാതകത്തിൽ ലഹരി മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ അണുകുടുംബത്തിലെ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങളും അതിലുണ്ട്. പറവൂരിലെ തലക്കടിയും വെഞ്ഞാറമൂട്ടിലെ തലക്കടിയും വ്യത്യസ്തമായി തന്നെ അവലോകനം ചെയ്യണം. വളരെ മോശമല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആവറേജ് കുടുംബത്തിൽ കടം കയറിയപ്പോൾ അത് കൈകാര്യം ചെയ്യുവാൻ ആകാതെ സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അതിനപ്പുറം സമൂഹത്തിലെ വെല്ലുവിളികളും പ്രചോദനം നൽകുന്ന സിനിമകളും അനാവശ്യ കുഴിമന്തികളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു പുതിയ സംസ്കാരത്തിന് കേരളം അടിത്തറ പാകിയിരിക്കുകയാണ്.